കർത്താവായ ദൈവത്തിൻ്റെ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. വീണ്ടും ഒരുമിച്ച് കർത്താവായ ദൈവത്തിൻ്റെ തിരുസന്നിധിയിൽ കടന്നു വന്ന് കർത്താവായ ദൈവത്തെ സ്തുതിക്കുവാനും ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ ദൈവം വലിയ അവസരങ്ങൾ ഒരുക്കിയതിനാൽ ദൈവത്തെ സ്തുതിക്കുന്നു. ദൈവത്തെ മഹത്വപ്പെടുത്തുവാണ്. ഈ വീഡിയോയുടെ ഈ ദൈവിക സന്ദേശം കേൾക്കുന്ന എല്ലാവർക്കും കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നേഹവന്ദനം അറിയിക്കുന്നു. അപ്പോസ്തല പ്രവൃത്തി 3-ാം അധ്യായത്തിൻ്റെ 1 മുതൽ 6-ാം വാക്യം വരെ. ഒരിക്കൽ പത്രോസും യോഹന്നാനും 9-ാം മണി നേരം പ്രാർത്ഥനാ സമയത്ത് ദേവാലയത്തിലേക്ക് ചെന്നപ്പോൾ അമ്മയുടെ ഗർഭം മുതൽ മുടന്തനായ ഒരാളെ ചിലർ ചുമന്നുകൊണ്ട് വന്ന് അവനെ ദേവാലയത്തിൽ ചെന്നവരോട് ഭിക്ഷയാചിപ്പാൻ സുന്ദരമെന്ന ദേവാലയ ഗോപുരത്തെങ്കിൽ ദിനംപ്രതി ഇരുത്തുമാറുണ്ട്. അവൻ പത്രോസും യോഹന്നാനും ദേവാലയത്തിൽ കടപ്പാൻ പോകുന്നുവെന്ന് കണ്ടിട്ട് ഭിക്ഷ ചോദിച്ചു. പത്രോസും യോഹന്നാനോടും കൂടെ അവനെ ഉറ്റുനോക്കി ഞങ്ങളെ നോക്കുന്നു എന്ന് പറഞ്ഞു. അവൻ വല്ലതും കിട്ടുമെന്ന് കരുതി അവരെ സൂക്ഷിച്ചു നോക്കി. അപ്പോൾ പത്രോസും വെള്ളിയും പൊന്നും എനിക്കില്ല, എനിക്കുള്ളത് നിനക്ക് തരുന്നു, നസറനായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ നടക്ക എന്ന് പറഞ്ഞു. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. ഈ വചനം നമ്മുടെ ജീവിതത്തിന് അനുഗ്രഹമായി മാറട്ടെ. ഇവിടെ സുന്ദരമെന്നതായ ദേവാലയത്തിൻ്റെ അടുക്കയിൽ ദിനംപ്രതി കുറേ പേർ പിടിച്ചുകൊണ്ട് ഈ ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ഹല്ലേലൂയ, മുടന്തനായ ഒരാളെ ചിലർ ചുമന്നുകൊണ്ട് ദേവാലയത്തിൻ്റെ പടിവാതിൽക്കൽ വയ്ക്കുകയാണ്. എന്നാൽ അവിടെ ചെല്ലുമ്പോൾ ഹല്ലേലൂയ, പത്രോസും യോഹന്നാനെ നോക്കിക്കൊണ്ട് അവൻ വല്ലതും കിട്ടുമെന്ന് വിചാരിച്ചുകൊണ്ട് പത്രോസിൻ്റെ അടുക്കലേക്ക് ചെല്ലുകയാണ്. എന്നാൽ അവിടെ ഇരുന്ന് അത് കിട്ടുമെന്നൊക്കെ യാചിച്ചുകൊണ്ട് ചിന്തിക്കുമ്പോഴും പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ഹല്ലേലൂയ, കിട്ടുമെന്ന് കരുതി അവൻ സൂക്ഷിച്ചു നോക്കി. അപ്പോഴാണ് പത്രോസും യോഹന്നാനും പറഞ്ഞത്, ഹല്ലേലൂയ, വെള്ളിയും പൊന്നും ഞങ്ങൾക്ക് തരാനില്ല, നീ നസറനായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ എഴുന്നേൽക്ക എന്ന് പറഞ്ഞപ്പോൾ ആ ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്, ഭിക്ഷ യാചിച്ചു കൊണ്ടിരുന്നതായ ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്, ആ വ്യക്തി എഴുന്നേൽക്കുവാൻ തക്കവണ്ണം ഇടയായി തീർന്നു. എന്നും നമ്മുടെ ജീവിതത്തിനകത്ത് കർത്താവായ യേശുവിനെ നമ്മൾ സ്വീകരിക്കുകയാണെങ്കിൽ, കർത്താവായ യേശു നാം പൂർണ്ണമായി വിശ്വസിക്കുകയാണെങ്കിൽ തീർച്ചയായും നരകാണി ഉറപ്പില്ലാത്ത ആ വ്യക്തിയെ സ്വർഗം എഴുന്നേൽപ്പിക്കുവാൻ തക്കവണ്ണം ഇടയായെങ്കിൽ നമ്മെയും ഹല്ലേലൂയ, നമ്മുടെ ജീവിതത്തിനകത്ത് വരുന്നതായ എല്ലാ പ്രതിസന്ധികളിൽ നിന്നും വിടുവിക്കുവാൻ തക്കവണ്ണം അവൻ സർവശക്തനായ ദൈവമാണ് എന്ന് നമ്മൾ ഒരിക്കലും മറന്നു പോകരുത്. അതുകൊണ്ടാണ് ഇവിടെ പറഞ്ഞപ്പോൾ തന്നെ വെള്ളിയും പൊന്നും എനിക്ക് ഒന്നുമില്ല, നീ നസറനായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ എഴുന്നേറ്റ് നടക്ക എന്ന് പറഞ്ഞപ്പോൾ ഹല്ലേലൂയ, എഴുന്നേറ്റ് നടക്കുവാൻ തക്കവണ്ണം ഇടയായി തീർന്നു. സുന്ദരമെന്നാകുന്ന ദേവാലയത്തിൻ്റെ പടിവാതികൾ അവൻ തുള്ളിയും ചാടിയും ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ തക്കവണ്ണം ഇടയായി തീർന്നു. അതുകൊണ്ട് ഈ ദിനങ്ങളിൽ കർത്താവായ ദൈവത്തിൻ്റെ തിരുസന്നിധിയിൽ നാം ആയിരിക്കുമ്പോൾ, വിശ്വാസത്തോടെ നമ്മൾ മുമ്പോട്ട് പോകുമ്പോൾ തീർച്ചയായും നമ്മുടെ ജീവിതത്തിൽ ഒരു പൂർണ്ണമായ വിശ്വാസമുണ്ടെങ്കിൽ കർത്താവായ ദൈവം നമ്മെ വിടുവിക്കുവാൻ തക്കവണ്ണം ഇടയായിത്തീരും. ഭിക്ഷ യാചിക്കുവാൻ തക്കവണ്ണം അവനെ കുറവേറെ ഇരുത്തി സുനന്ദഗോവന ദേവാലയത്തിൻ്റെ പടിവാതിക്കൽ ഇരുത്തിയെങ്കിലും അവർക്ക് മുതലുകൂട്ടാകുന്നു എന്നൊക്കെ അവർ വിചാരിച്ചിരുന്നു. എന്നാൽ കർത്താവായ ദൈവം അവനെ സൗഖ്യമാക്കുവാനിടയായി തീർന്നു. ഇന്നും ഹല്ലേലൂയ, ദൈവ പൈതലേ, ഹല്ലേലൂയ, പുതിയ നിയമത്തിൽ കർത്താവായ പുതിയ നൂറ്റാണ്ടിൽ കർത്താവായ ദൈവം പ്രവർത്തിച്ചുവെങ്കിൽ ഇന്നും പ്രവർത്തിക്കുവാൻ അവൻ സർവശക്തനായ ദൈവമാണ്. അതുകൊണ്ട് ഈ ദിനങ്ങൾ കർത്താവായ ദൈവത്തിൻ്റെ തിരുസന്നിധിയിൽ നമ്മളായിരുന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കുമ്പോൾ ഹല്ലേലൂയ, അമ്മയുടെ ഗർഭം മുതൽ ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്, തളർന്നു കിടന്നതായ ഹല്ലേലൂയ, നരയാണി പോലും ഉറയ്ക്കാതിരുന്നതായ ആ വ്യക്തിയെ കർത്താവായ ദൈവം വിടുവിച്ചുവെങ്കിൽ ഹല്ലേലൂയ, നമ്മുടെ ജീവിതത്തിൽ എവിടെയാണോ ഹല്ലേലൂയ പ്രശ്നമുള്ളത് ആ പ്രശ്നങ്ങൾക്ക് വിടുതൽ തരുവാൻ തക്കവണ്ണം സ്വർഗീയ പിതാവായ ദൈവം മതിയായ ദൈവമാണ്. അതുകൊണ്ട്
ആളിലെ വചനം പറയുന്നത് നീ വിശ്വസിക്കുകയാണെങ്കിൽ ദൈവത്തിൻ്റെ മഹത്വം കാണും. ഈ ദിനങ്ങളിൽ നാം വിശ്വാസത്തോടെ നമ്മൾ തീർച്ചയായും നമ്മൾ മുമ്പോട്ട് പോകുകയാണെങ്കിൽ കർത്താവായ ദൈവം നമുക്ക് ഒരു വിടുതൽ തകരുവാൻ തക്കവണ്ണം ഇടയായിത്തീരും. അതുകൊണ്ട് ഈ ദിനങ്ങളിൽ ആ ഒരു വിടുതലായി, ആ ഒരു പ്രത്യാശയ്ക്കായി നമ്മെ ഏൽപ്പിച്ചു കൊടുക്കുക. ഈ വിശ്വാസത്താൽ നമ്മൾ മുമ്പോട്ട് പോകുമ്പോൾ കർത്താവ് നമ്മൾ വലിയൊരു വിടുതൽ തരുവാൻ തക്കവണ്ണം ഇടയായിത്തീരും. ഈ തിരുവചനങ്ങളാൽ കർത്താവ് ദൈവം നമ്മളെ അനുഗ്രഹിക്കുമാറാകട്ടെ. ഈ വീഡിയോ സന്ദേശം നിങ്ങളുടെ ജീവിതത്തിൽ അനുഗ്രഹമാക്കി മാറ്റിയെങ്കിൽ മറ്റുള്ളവർക്കും ഇത് ഷെയർ ചെയ്യുവാൻ ദൈവനാമത്തിൽ അപേക്ഷിക്കുന്നു. കർത്താവായ ദൈവം ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ, ആമേൻ. സ്തോത്രം.